കോഴിക്കോട്ടെ ദേവഗിരി സെന്റ് ജോസഫ് കോളേജ് അടിപൊളി കോളേജാണ്. ശശി തരൂരൊക്കെ ഇവിടുത്തെ ലൈബ്രറി വന്ന് കണ്ട് അന്തം വിട്ട് നിന്നിട്ടുണ്ട്. ചരിത്രം ഉറങ്ങിക്കിടക്കുക എന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. ഇപ്പോഴും ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്ന കോളേജാണ്. മലബാറിലെ തന്നെ ഏറ്റവും ഗംഭീരമായ ക്യാമ്പസ്. പണ്ടൊക്കെ പഠിക്കണമെങ്കിൽ ഇവിടെ പഠിക്കണം എന്നൊക്കെ സ്വപ്നം കണ്ടിരുന്ന ക്യാമ്പസ് ആയിരുന്നു. അവിടുത്തെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റുകാർ സൗമ്യ ടീച്ചറുടെ നേതൃത്വത്തിൽ ഒരു കൂൺ കൃഷി ലാബാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. എങ്ങനെയാണ് കൂൺ ലാബ് ഉണ്ടാക്കിയത്? എന്തായാലും എങ്ങനെ തുടങ്ങാനുള്ള കാരണല്ലേ? നമ്മൾ ആദ്യമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2023 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ 4 ഇയർ ഡിഗ്രി കോഴ്സ് ഒക്കെ കോളേജിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അല്ലല്ല, ഇത് 4 ഇയർ ഡിഗ്രിയുടെ അല്ല. 4 ഇയർ ഡിഗ്രി കോഴ്സിന് അത് 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അല്ല, ആ സമയത്ത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ്. ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കരിക്കുലം ഔട്ട്കമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തിയറി പഠിച്ചു പോകാതെ ആ തിയറി പഠിക്കുന്നത് നമ്മൾ എങ്ങനെയെങ്കിലും പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യുക, കുട്ടികൾക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതായിട്ട് മാറ്റുക. അല്ലെങ്കിൽ അവരുടെ പഠനകാലം കഴിഞ്ഞ് ഇപ്പോൾ തൊഴിലില്ലായ്മ ഇതെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അതുപോലെ തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു വൈറ്റ് കോളർ ജോബിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഒരു ഓൺടർപ്രണർഷിപ്പ് രീതിയിലേക്ക് ഇവിടെ നിന്ന് നമ്മൾ പ്രാക്ടിക്കലി എന്ത് ഏൺ ചെയ്യുന്നോ അത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്കൊരു ഓൺടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് നമ്മളൊരു ഉദ്യോഗാർത്ഥിയാകാതെ ഒരു തൊഴിൽദാതാവാകാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംരംഭമാണ്. ഒരു ചെറിയൊരു ജോലി അന്വേഷിച്ച് നടക്കലല്ല, പഠിച്ചു കഴിഞ്ഞ് കുറച്ച് ആൾക്കാർക്ക് ജോലി കൊടുക്കുക. അതെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2023 അന്നത്തെ ഡിഗ്രി ഫൈനൽ ഇയർ ബാച്ച് സ്റ്റുഡൻസ് ആയിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒരു 15 ബെഡുമായിട്ടാണ് നമ്മൾ അന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഈ കോളേജിൻ്റെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു സൗകര്യം ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു റൂം ഉണ്ടായിരുന്നു, യൂസ്ഡ് അല്ലാത്ത ഒരു റൂം ഉണ്ടായിരുന്നു. ആ റൂമിലാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ പരീക്ഷണം നടത്തുന്നത്. അങ്ങനെ ഒരു ചെറിയ ഇതിന് വേണ്ടിയിട്ടുള്ള വിത്ത് എന്ന് പറയുന്നത് സ്പോൺ എന്ന് പറയും. സ്പോൺ എന്ന് പറയുന്നത് നമ്മൾ ICRൻ്റെ ഇവിടെ അടുത്തുള്ള നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിൽ നിന്ന് അതിൻ്റെ സ്പോൺ ചെലവൂരുള്ള സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഒരു അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ യൂണിറ്റ് ഉണ്ട്. അവിടെ നിന്നാണ് അവർ പ്രൊഡ്യൂസ് ചെയ്ത് കൂൺ വിത്ത് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും നമ്മൾ ഇതുപോലെ ഫാമേഴ്സും എല്ലാം ഒരുപാട് പേര് അവിടെ നിന്ന് ഇതിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ സ്പോൺ ആദ്യമായിട്ട് വാങ്ങിയിട്ട് നമ്മുടെ ഈ ഒരു 15 ബെഡിൽ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ആ റൂം എന്ന് പറയുന്നത് ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റൂമായിരുന്നു. എയർ സർക്കുലേഷൻ ഇല്ലായിരുന്നു, എക്സോസ്റ്റോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അവിടെ ആ ഒരു ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഒക്കെ വില. ഇതിൻ്റെ നമ്മളിപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നതെന്ന് പറയുന്നത് ഓയിസ്റ്റർ മഷ്റൂമാണ്. ഓയിസ്റ്റർ മഷ്റൂമിന് ചിപ്പിക്കൂണിന് ഒരു 24 to 25 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന് ടെമ്പറേച്ചർ വേണ്ടത്. അതുപോലെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഒരു 80% ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് കൺസ്ട്രെയിൻസ് അതിനകത്തുണ്ടായിരുന്നു ആ റൂമിൽ ചെയ്തപ്പോഴത്തേക്ക്. അതുകൊണ്ട് നമുക്ക് കുറച്ചൊരു ഈൽഡ് കിട്ടിയെങ്കിലും പിന്നീട് അതിൽ നിന്ന് ഈൽഡ് കുറഞ്ഞു വന്നു. ആ ബെഡിൻ്റെ ക്വാളിറ്റിയൊക്കെ അത് അഫക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു നെഗറ്റീവ് എഫക്റ്റ് ആയിരുന്നു, അതായത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമുക്കുണ്ടായത്. പക്ഷേ വിചാരിച്ച പോലെ കിട്ടിയില്ല, നടന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ അതിൽ നിന്ന് ആ പരാജയത്തിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് പോലെ നമ്മൾ അടുത്ത വർഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അങ്ങനെ ഡിപ്പാർട്ട്മെന്റിലെ പുതിയ സ്ഥലത്തേക്ക് മാറ്റി. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡെൽസ് സാർ വഴി നമ്മൾ മാനേജ്മെന്റിനെ അപ്രോച്ച് ചെയ്തു. മാനേജ്മെന്റിനെ അപ്രോച്ച് ചെയ്ത സമയത്ത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു റൂം ഇതിന് വേണ്ടിയിട്ട് റിനോവേറ്റ് ചെയ്ത് തരാമെന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. അങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു യൂണിറ്റ് റിനോവേറ്റ് ചെയ്ത് തരുന്നത്. പാറപ്പുറത്ത് വീണ വിത്തുകൾ മുളക്കില്ല എന്നാണ് പണ്ട് കർത്താവ് പറഞ്ഞത്. നിങ്ങൾ ഇതിനനുസരിച്ച് കൂൺ നന്നായിട്ട് വിളവെടുത്ത് നല്ല ഈൽഡ് കിട്ടാൻ പാകത്തിനുള്ള സംവിധാനങ്ങളുള്ള ആദ്യം മുറി ഒരുക്കലാണ് ആദ്യത്തെ പണി. അല്ലേ? രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് ഒരു സ്റ്റെറൈൽ മുറി ഒരുക്കുമ്പോൾ എന്താ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്?
അധികം കംപ്ലീറ്റ് ഡാർക്ക്നെസ് വേണ്ട, ഒരു ചെറിയൊരു ഡാർക്ക്നെസ്സും കംപ്ലീറ്റ് ആയിട്ട് ഒരു സൺ എക്സ്പോഷറും ഉണ്ടാകാത്ത ഒരു ഏരിയ ആയിരിക്കണം. ഒരു ഹ്യൂമിഡിറ്റി, ഒരു 80% ഹ്യൂമിഡിറ്റി എങ്കിലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ സമ്മർ സീസണിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അധികം ആ ഒരു ടെമ്പറേച്ചർ കൺസ്ട്രെയിൻസ് വരാതെ, ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ ഗ്രീൻ ഹൗസും നമ്മുടെ ഗാർഡനും ഒക്കെ അടുത്തായിട്ട് ഒരുപാട് ചെടികളുള്ളത് കൊണ്ട് തന്നെ അധികം ടെമ്പറേച്ചർ അങ്ങോട്ടേക്ക് ബാധിക്കുന്നില്ല. ഇത് മുറി ഒരുക്കി കഴിഞ്ഞാൽ ബെഡ് ഒരുക്കണ്ടേ, അതിൽ നിങ്ങൾ എന്താണ് അതിന്റെ ഇത് വച്ചേക്കണത്? കൂൺ കൃഷിയിലേക്ക് ഒരു ചുവട് വയ്ക്കുന്ന സമയത്ത് ചെയ്യുന്നത് എന്താണ്, വൈക്കോലിലാണ് ചെയ്യുന്നത് അല്ലെ, വൈക്കോല മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളും വൈക്കോലിൽ തുടങ്ങി പുറത്തുനിന്ന് വാങ്ങിയിട്ട് അതിനെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് നമ്മുടെ ഈ കോളേജിൽ അതൊന്ന് സ്റ്റെറിലൈസ് എടുക്കാൻ കുറച്ച് പ്രാക്ടിക്കലി കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം അത് ചെയ്തു. അതിലാണ് ആ പറഞ്ഞ 15 ബെഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അതുപോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്താലും അതിൽ കണ്ടാമിനേഷൻ റേറ്റും ഒക്കെ കൂടുതലായിരുന്നു. ഈൽഡും പിന്നെ അന്നത്തെ ആ ടെമ്പറേച്ചർ കൺസ്ട്രെയിൻസ് ഒക്കെ കൊണ്ട് ഈൽഡും വളരെ കുറവായിരുന്നു. അപ്പോൾ പിന്നീട് കുറച്ചൊന്ന് റെഫറൻസ് ഒക്കെ ഇങ്ങനെ നോക്കി കുറേ ആൾക്കാരോടൊക്കെ ഇതുപോലെ മഷ്റൂം കൾട്ടിവേഷൻ ചെയ്യുന്ന ഇപ്പോൾ പറഞ്ഞ IASR തന്നെ സ്പൈസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അവരതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പല ആൾക്കാരും ഫാമേഴ്സിനൊക്കെ ട്രെയിനിങ്. അപ്പോൾ അവരോട് നമ്മൾ അങ്ങനെ പല ആൾക്കാരോടും ഒക്കെ സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായതെന്ന് പറയുന്നത് ഈ വൈക്കോലിനേക്കാളും കൂടുതൽ നന്നായിട്ട് നമ്മുടെ ഈ ഒരു കോളേജ് ഒരു അറ്റ്മോസ്ഫിയറിൽ ചെയ്യാൻ പറ്റുന്നത്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് മഷ് പെല്ലറ്റ് എന്ന് പറയുന്ന ഒരു പെല്ലറ്റാണ്. അതായത് സോഡസ്റ്റും ഈ വൈക്കോൽ അല്ലെങ്കിൽ സോഡസ്റ്റ്, അറക്കപ്പൊടി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഈ അറക്കപ്പൊടിയിൽ നിന്ന് സോഡസ്റ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു പെല്ലറ്റായിട്ട് റെഡിമെയ്ഡ് പെല്ലറ്റ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വാങ്ങിയിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം, ഇതല്ല ഇതിന് മുന്നേ ചെയ്ത പ്രാവശ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ പെല്ലറ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുമല്ലേ, സോഡസ്റ്റും പ്ലസ് ഇതും ഒക്കെ കൂടിയിട്ടുള്ള പെല്ലറ്റ്? സോഡസ്റ്റും അതിൻ്റെ കൂടെ കുറച്ച് ന്യൂട്രിയൻസും കൂടെ കുറച്ച് എന്തോ സീരിയൽ ഗ്രെയിൻസും കൂടെ ഇട്ടിട്ടുള്ള ഒരു പെല്ലറ്റാണ് നമുക്ക് കിട്ടുന്നത്. മഷ് പെല്ലറ്റ് എന്ന് പറഞ്ഞിട്ട് കൂടുതലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ആ മഷ് പെല്ലറ്റ് എടുക്കുന്നു. ഒരു 1 kg നമ്മൾ വേ ചെയ്തെടുക്കുന്നു. PP കവറിലേക്ക് അത് ഇടുന്നു. ഇട്ടതിന് ശേഷം അതിലേക്ക് 1.5 ലിറ്റേഴ്സ് ചൂടുവെള്ളം ഒഴിക്കുന്നു. നല്ല വെട്ടിത്തിളയ്ക്കുന്ന നല്ല തിളച്ച വെള്ളം. ആ PP കവർ അത് വിസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള കവറാണ്. അതുകൊണ്ട് തന്നെ കവർ ഒരുകത്തില്ല, അത് വിസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അതിനുശേഷം നമ്മൾ ആ കവർ ഒന്ന് റോൾ ചെയ്ത് അങ്ങനെ തന്നെ വെച്ചേക്കുന്നു. അപ്പോൾ നമ്മൾ കൂടുതലും ഇത് ചെയ്യുന്നത് കോളേജ് ടൈം കഴിഞ്ഞ് 9 to 3 ആണ് സ്റ്റുഡൻസിന് കോളേജ് ടൈം എന്ന് പറയുന്നത്. 9 മണിക്ക് മുന്നേയും അതുപോലെ 3 മണിക്ക് ശേഷവുമാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നോർമലി ഇത് ചെയ്യുന്ന ബെഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ 3 മണിക്ക് ശേഷം സ്റ്റുഡൻസ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വന്ന് ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ വന്നതിന് ശേഷം ഇതെടുക്കുന്നു. ഇതൊരു വാട്ടർ അബ്സോർബ് ചെയ്തൊരു പൗഡർ ഫോമിലായി മാറുന്നു. അതിന് മുന്നേ തന്നെ നമ്മൾ അതിലേക്ക് സ്പോൺ ഇടുന്നു. സ്പോൺ എന്ന് പറയുന്നത് മഷ്റൂമിന്റെ വിത്തിനെയാണ് സ്പോൺ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് അത് ഇപ്പൊ പലരും ഭയങ്കര ഹൈബ്രിഡ് വിത്തുകളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ആലോചിക്കുന്നുണ്ടോ? മഷ്റൂമിൻ്റെ കേസിൽ അങ്ങനെ ഹൈബ്രിഡ് വിത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. ഇതിൻ്റെ തന്നെ ഇംപ്രൂവ്ഡ് ഒരുപാട് സ്ട്രെയിൻസ് അവൈലബിൾ ആണ്. അതായത് നമ്മൾ ചിപ്പിക്കൂണ ചെയ്യുന്നത്. ചിപ്പിക്കൂൺ എന്ന് പറയുമ്പോൾ അത് ഓയിസ്റ്റർ മഷ്റൂം, അതായത് പ്ലൂറോട്ടസ്. അതെ, സ്പോൺ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം ബെഡ് പ്രിപ്പറേഷൻ തൊട്ട് ലാസ്റ്റ് ഹാർവെസ്റ്റിംഗ് തൊട്ട് സെയിൽ വരെയുള്ള സംഭവങ്ങളെല്ലാം ചെയ്യുന്നത് സ്റ്റുഡൻസിനെ. വാങ്ങി കൊണ്ടുവന്ന് ബെഡ് തയ്യാറാക്കി വെച്ചതിന് ശേഷം പിന്നെ ഈ കൂൺ പറിച്ച് മാർക്കറ്റ് ഒട്ടിച്ച് വിൽക്കുന്നത് ഈ കുട്ടികളാണ്. അതെ അല്ലേ? ചിപ്പിക്കൂണിൽ തന്നെ കുറെ വെറൈറ്റി ഇല്ലേ? അതിൽ നിങ്ങൾ ഇവിടെ അങ്ങനത്തെ വെറൈറ്റി അത് നോക്കണ്ടോ? ചിപ്പിക്കൂണിൽ ഇല്ല, നമ്മൾ ആകെ ഒരു വെറൈറ്റി മാത്രമേ കൾട്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ. ചിപ്പിക്കൂണിൽ തന്നെ HU സ്ട്രെയിൻസ്, ഫ്ലോറിഡ എന്നൊക്കെ പറയുന്നുള്ള ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് അവൈലബിൾ ആണ്. നമ്മൾ ഇവിടെ ചെയ്യുന്നത് HU സ്ട്രെയിൻസ് ആണ്. HU സ്ട്രെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് മാക്സിമം ഈൽഡ് കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ട്രെയിൻ ആണ്. പ്ലൂറോട്ടസ് ഓയിസ്റ്റർ മഷ്റൂമിൻ്റെ തന്നെ കൂടുതൽ ഈൽഡ് കിട്ടുന്ന ഒരു ടൈപ്പാണ്. അത് മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. പിന്നെ പിങ്ക് മഷ്റൂം എന്ന് പറഞ്ഞാൽ അത് ഈ പ്രാവശ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. പിങ്ക് മഷ്റൂം എന്ന് പറയുന്നത് പ്ലൂറോട്ടസ് ജാമർ എന്ന് പറയുന്ന ഒരു സ്പീഷീസാണ്. അതിന് പിങ്ക് കളറുള്ള ആന്തോസയാനിൻ കണ്ടന്റ് ഉണ്ട്. ആന്തോസയാനിൻ കണ്ടന്റ് ഉള്ള ആന്തോസയാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ്സ് ഉണ്ടല്ലോ പ്ലാന്റ്സിന്. ഇപ്പോൾ ഫ്രൂട്ട്സിനാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സിന് ബീറ്റാ കരോട്ടിന് കളർ കൊടുക്കുന്ന പിഗ്മെന്റ്. അതുപോലെ ഈ പിങ്ക് ഓയിസ്റ്ററിനും കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആണ് ആന്തോസയാനിൻ. ആന്തോസയാനിൻ കണ്ടന്റ് ഹൈ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൂടുതൽ മെഡിസിനൽ പ്രോപ്പർട്ടീസും ഉണ്ട്.